ശ്രീകൃഷ്ണ പ്രണാമം. ശ്രീ ഭഗവാനുവാചയിലേക്ക് ഏവർക്കും ഹാർദരമായ സ്വാഗതം. ശ്രീ ഭഗവാനുവാചയിലൂടെ അമൂല്യമായ ആധ്യാത്മിക വിഷയങ്ങൾ വളരെ ചുരുക്കത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആരാണ് യഥാർത്ഥ ഭക്തൻ? ഒരിക്കൽ ഇസ്കോൺ സ്ഥാപകാചാര്യനായ ശ്രീല പ്രഭുപാദരോട് ഒരു യുവാവ് ചോദിച്ചു, സ്വാമിജി, അങ്ങേക്ക് എന്നെ ദൈവതുല്യനാക്കി മാറ്റുവാൻ സാധിക്കുമോ എന്ന്. ശ്രീല പ്രഭുപാദ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, എനിക്ക് അങ്ങയെ ദൈവതുല്യനാക്കി മാറ്റുവാൻ സാധിക്കുകയില്ല, മറിച്ച് ദൈവത്തെക്കാൾ വലിയവനാക്കി തീർക്കാൻ കഴിയുമെന്ന്. അപ്പോൾ ആ യുവാവ് ആശ്ചര്യത്തോടെ ചോദിച്ചു, സ്വാമിജി, തീർച്ചയായും അത് സാധിക്കുമോ എന്ന്. ശ്രീല പ്രഭുപാദ് ചുവരിലെ അതിമനോഹരമായ ചിത്രത്തിലോട്ട് വിരൽ ചൂണ്ടിക്കാണിച്ചു. ആ അതിമനോഹരമായ ചിത്രം ദാമോദർ ലീലയായിരുന്നു. അവിടെ യശോദ മാതാവ് ഉണ്ണിക്കണ്ണന് പിറകെ ചൂരൽ വടിയുമായി ഓടുകയാണ്. ഉണ്ണിക്കണ്ണൻ പുറമെ ഭയം നടിച്ചുകൊണ്ട് യശോദ മാതാവിനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഓടുകയാണ്. ശ്രീല പ്രഭുപാദ് ആ യുവാവിനോട് ചോദിച്ചു, ഇതിൽ ആരാണ് ഭഗവാൻ, ആരാണ് ഭക്തനെന്ന്. ആ യുവാവ് പറഞ്ഞു, ഉണ്ണിക്കണ്ണനാണ് ഭഗവാൻ, പക്ഷേ അദ്ദേഹം എന്തിനാണ് ഓടുന്നത് എന്ന്. ശ്രീല പ്രഭുപാദ് മറുപടി പറഞ്ഞു, ഭക്തന്റെ സ്ഥാനം ഭഗവാനിലും മുകളിലാണ്. ഭഗവാൻ ഭക്തന്റെ ഭക്തിയുടെ മുന്നിൽ സ്വയം താഴ്ന്നു കൊടുക്കുന്നുവെന്ന്. ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഈശ്വര പരമാ കൃഷ്ണ. അദ്ദേഹത്തിന് സമനായോ ഉപരിയായോ ആരും തന്നെയില്ല. എന്നാൽ ഭക്തിയുത സേവനം ചെയ്യുന്ന പരമഭക്തന്റെ മുന്നിൽ അദ്ദേഹം താഴ്ന്നു കൊടുക്കുന്നു. അദ്ദേഹം അജിതനാണ്. അദ്ദേഹത്തെ കീഴടക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. കർമ്മിക്കോ യോഗിക്കോ ജ്ഞാനിക്കോ ഇത് സാധ്യമല്ല. എന്നാൽ അന്യാഭിലാഷത ശൂന്യമായി, അതായത് മറ്റൊരു അഭിലാഷവുമില്ലാതെ ഭക്തിയുത സേവനം ചെയ്യുന്ന ഭക്തന് മുന്നിൽ അദ്ദേഹം കീഴടങ്ങുന്നു. അതൊന്നുകൊണ്ട് മാത്രമാണ് അനുകൂല ഭാവത്തിൽ ഭക്തിയുത സേവനം ചെയ്ത യശോദ മാതാവിന്റെ മുന്നിൽ ദാമോദർ ലീലയിൽ തന്നെ ഉരുളിൽ ബന്ധിക്കുവാൻ വേണ്ടി ഭഗവാൻ നിന്നുകൊടുത്തതും അർജുനന്റെ സാരഥിയായി വന്ന് കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനെ നയിച്ചുകൊണ്ട് ധർമ്മത്തെ പുനഃസ്ഥാപിച്ചതും. ഭഗവത്ഗീത 7-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, ചതുർവിധാ ഭജന്തേ മാം ജനാ സുഹൃദിനോ അർജുന ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീ ച ഭരതർഷഭ. ഹേ ഭരതശ്രേഷ്ഠ, 4 വിധത്തിലുള്ള സുഹൃദികളാണ് എന്നെ ഭജിക്കുന്നത്. ദുഃഖിതൻ, ധനകാംക്ഷി, ജിജ്ഞാസു, പരമസത്യത്തെ അന്വേഷിക്കുന്ന ഭക്തൻ. ഇതിൽ ജ്ഞാനിയും ഭക്തിയുത സേവനത്തിൽ സദാ നിരതനുമായ ഭക്തനാണ് എനിക്ക് പ്രിയപ്പെട്ടത്. മറ്റു 3 കൂട്ടർക്ക് ഈ ശുദ്ധ ഭക്തന്റെ സമ്പർക്കത്താൽ സ്വയം വിശുദ്ധമായി തീരാവുന്നതാണ്. ഒരു ഭക്തൻ മാത്സര്യം കൂടാതെ സർവ്വ ജീവജാലങ്ങളുടെയും സുഹൃത്തായി, ഒന്നിലും അവകാശബോധമില്ലാതെ, മിഥ്യാഹങ്കാരമില്ലാതെ, സുഖ ദുഃഖങ്ങളിൽ സമചിത്തനായി, ക്ഷമയോടെ, സദാ സംതൃപ്തനായി, നിയന്ത്രിതാത്മാവായി, സദാ മനസ്സും ബുദ്ധിയും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്നു. ഭഗവാന് എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. എങ്കിലും ഭഗവത്ഗീത 9-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, സമോ അഹം സർവഭൂതേഷു ന മേ ദേഷ്യാസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയി തേ തേഷു ചാപ്യഹം. എനിക്ക് ആരോടും അസൂയയില്ല, പക്ഷപാതവുമില്ല. എല്ലാവരും സമമാണ്. എങ്കിലും എനിക്ക് വേണ്ടി ഭക്തിയുത സേവനം ചെയ്യുന്ന ഭക്തൻ എന്റെ സുഹൃത്താണ്. ഞാൻ അവന്റെയും സുഹൃത്താണ്. അദ്ദേഹം എന്നിൽ അധിവസിക്കുന്നു എന്ന്. ഭഗവത്ഗീത 9-ാം അധ്യായത്തിൽ ഭഗവാൻ ഒരു ഭക്തനെ കുറിച്ച് പറയുന്നു, സതതം കീർത്തയന്തോ മാം യദന്തസ്യ ദൃഢവൃതാ നമസ്യന്തസ്യ മാം ഭക്ത്യാ നിത്യയുക്താ ഉപാസതേ. ഒരു ഭക്തൻ നിരന്തരം ഭഗവാനെ കീർത്തിച്ചുകൊണ്ട്
ദൃഢനിശ്ചയത്തോടുകൂടെ അദ്ദേഹത്തെ സദാ നമസ്കരിച്ചുകൊണ്ട് ഭക്തിയുത സേവനം അനുഷ്ഠിക്കുന്നു. ഇത്തരത്തിലുള്ള മഹാത്മാക്കൾ വളരെ വിരളമാണ്. അവർ ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതരാണ്. ഒരു യഥാർത്ഥ ഭക്തന് മുക്തി പോലും ആഗ്രഹമില്ല. അദ്ദേഹത്തിന് ഭഗവാനോടുള്ള പ്രാർത്ഥന ഈ വിധത്തിലാണ്: നദനം ന ജനം ന സുന്ദരീം കവിതാം വാ ജഗദീശ കാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവദാർ ഭക്തിർ അഹേതുകീ ത്വൈ. അല്ലയോ സർവശക്തനായ ദൈവമേ, എനിക്ക് ധനം ആർജിക്കുവാനുള്ള ആഗ്രഹമില്ല, സുന്ദരികളിൽ താല്പര്യമില്ല, നിരവധി അനുയായികൾ ഉണ്ടാകുന്നതിൽ ആഗ്രഹവുമില്ല. എനിക്ക് ജന്മജന്മാന്തരങ്ങളിൽ അങ്ങയുടെ ഭക്തിപൂർവക പരിചര്യ മാത്രമേ ആവശ്യമുള്ളൂവെന്ന്. ഭഗവത്ഗീത 9-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു: പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അസ്നാമി പ്രേതാത്മനഃ. ഒരുവൻ സ്നേഹത്തോടും ഭക്തിയോടും നൽകുന്നതെന്തും, ഇലയോ പൂവോ ഫലമോ ജലമോ ആകട്ടെ, ഭഗവാൻ അത് സ്വീകരിക്കുമെന്ന്. അതുകൊണ്ടാണല്ലോ തൻ്റെ ഭക്തനും സുഹൃത്തുമായ കുചേലൻ കല്ലും മുള്ളും നിറഞ്ഞ അവിൽപ്പൊതി ഭഗവാന് സമ്മാനിച്ചപ്പോൾ ഭഗവാൻ അത് സ്വീകരിച്ചത്. അതുപോലെ തന്നെ വിതുരറാണി ഭഗവാനെ കണ്ട മാത്രയിൽ ഭക്തിയിൽ ആഴ്ന്നുകൊണ്ട് എല്ലാം മറന്ന് പഴത്തിനു പകരം പഴത്തൊലി നൽകിയപ്പോൾ ഭഗവാൻ ഒരു പരാതിയും കൂടാതെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. ഇവിടെ ഭഗവാൻ അവതരിക്കുന്നത് പോലും ഭക്തരുമായി ലീലകൾ ആസ്വദിക്കുവാൻ വേണ്ടിയാണ്. ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു: പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭക്തന്മാരെ രക്ഷിക്കുവാനും ദുഷ്ടന്മാരെ നിഗ്രഹിക്കുവാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയും ഭഗവാൻ യുഗം തോറും അവതരിക്കുന്നു. ഭഗവാൻ ഭക്തവത്സലനാണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭക്തരെ സംരക്ഷിക്കുന്നു. ഒരു ഭക്തന് ചുറ്റും സദാ ഭഗവാന്റെ കൗമോദിക ഗദ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ദുഷ്കൃതികളിൽ നിന്നും ഭഗവാൻ അവരെ സംരക്ഷിച്ചു കൊള്ളുന്നു. ഒരിക്കൽ ദുർവാസാവ് മുനി അംബരീഷ് മഹാരാജാവിനെതിരെ കോപം പ്രകടിപ്പിച്ചു. അപ്പോൾ സുദർശന ചക്രം സ്വയം ഇറങ്ങി വന്ന് ദുർവാസാവ് മുനിയെ വധിക്കുവാൻ ശ്രമിച്ചു. ദുർവാസാവ് മുനി പ്രാണനം കൊണ്ട് 3 ലോകങ്ങളിലേക്കും ഓടി. ബ്രഹ്മാവിനോ പരമശിവനോ മഹാവിഷ്ണുവിനു പോലും അദ്ദേഹത്തെ രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. മഹാവിഷ്ണു അദ്ദേഹത്തോട് പറഞ്ഞു: ഈ സുദർശന ചക്രത്തെ നിയന്ത്രിക്കാൻ എൻ്റെ പരമഭക്തനായ അംബരീഷ് മഹാരാജാവിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് അങ്ങ് അദ്ദേഹത്തെ ശരണം പ്രാപിച്ചാലുമെന്ന്. വീണ്ടും ദുർവാസാവ് മുനി അംബരീഷ് മഹാരാജാവിന്റെ സമക്ഷത്തിലെത്തി. ഭഗവാനെ പോലെ പരമകാരുണ്യവാനാണ് ഭഗവത് ഭക്തന്മാർ. പരമകാരുണ്യവാനായ അംബരീഷ് മഹാരാജാവ് അദ്ദേഹത്തിനോട് ക്ഷമിച്ചു. ഒരു ഭക്തൻ ഭഗവാനുമായി 5 തരത്തിലാണ് ബന്ധമുള്ളത്: ശാന്തം രസത്തിൽ, ദാസ്യരസത്തിൽ, സഖ്യരസത്തിൽ, വാത്സല്യരസത്തിൽ, മാധുര്യരസത്തിൽ. ശാന്തരസത്തിന് ഉദാഹരണം വൃന്ദാവനത്തിലെ ചെടികളും പൂക്കളും വൃക്ഷങ്ങളുമെല്ലാമാണ്. ദാസ്യരസത്തിന് ഉദാഹരണമായി പറയുന്നത് പ്രഹ്ലാദ് മഹാരാജാവും ഹനുമാനുമാണ്. സഖ്യരസത്തിന്റെ ഉത്തമമായ ഉദാഹരണം അർജുനനാണ്. വാത്സല്യരസത്തിന്റെ ഉത്തമ ഉദാഹരണം യശോദ മാതാവാണ്. ഇതിൽ ഏറ്റവും ഉയർന്നത് മാധുര്യരസമാണ്. ഇതുള്ളത് ഗോപികമാർക്കാണ്. ഒരിക്കൽ നാരദ മുനിക്ക് ആരാണ് യഥാർത്ഥ ഭക്തൻ എന്ന് അറിയുവാൻ ആഗ്രഹമുണ്ടായി. അങ്ങനെ മാർഗമാസത്തിൽ എല്ലാ ഭക്തന്മാരും ഒത്തുചേരുന്ന സ്ഥലത്തോട്ട് നാരദ മുനി ചെന്നു. അവിടെ ഒരു ബ്രാഹ്മണൻ ശാലിഗ്രാമശില പൂജിക്കുകയും പ്രേമഭക്തിയോടെ ഭഗവാന്റെ കീർത്തനം ആലപിക്കുന്നതും നാരദ മുനി കണ്ടു. അദ്ദേഹം ആ ബ്രാഹ്മണന്റെ സമക്ഷത്തോട് ചെന്നു. എന്നിട്ട് ചോദിച്ചു: അങ്ങാണ് യഥാർത്ഥ ഭക്തൻ എന്ന്. അപ്പോൾ ആ ബ്രാഹ്മണൻ പറഞ്ഞു: ഒരിക്കലുമല്ല. എല്ലാ ഐശ്വര്യങ്ങളുമുള്ള ദക്ഷിണ ഭാരതത്തിലെ ഒരു രാജാവാണ് യഥാർത്ഥ ഭക്തനെന്ന്. അപ്പോൾ നാരദമുനി ആ രാജാവിന്റെ സമക്ഷത്തോട്ട് ചെന്നു.
അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാനൊരു യഥാർത്ഥ ഭക്തനല്ല. എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളത് ദേവീ ദേവന്മാർക്കാണ്, അവരാണ് യഥാർത്ഥ ഭക്തരെന്ന്. അപ്പോൾ ദേവീ ദേവന്മാർ പറഞ്ഞു, എങ്കിൽ ഞങ്ങളുടെ രാജാവായ ഇന്ദ്രനാണ് യഥാർത്ഥ ഭക്തനെന്ന്. വീണ്ടും നാരദമുനി ഇന്ദ്രന് സമക്ഷം ചെന്നു. ഇന്ദ്രൻ വിഷമത്തോടുകൂടി പറഞ്ഞു, ഒരിക്കലുമല്ല, ഞാൻ നിരവധി തവണ ഭഗവാനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എന്റെ അഹങ്കാരം ശമിപ്പിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ ഗോവർദ്ധനഗിരി പോലും ഉയർത്തിയത്. അങ്ങ് ബ്രഹ്മാവിനെ സമീപിച്ചാലുമെന്ന്. അങ്ങനെ നാരദമുനി ബ്രഹ്മാവിന്റെ സമക്ഷം ചെന്നു. ബ്രഹ്മാവും വിഷമത്തോടുകൂടി പറഞ്ഞു, ഞാനൊരു പരമഭക്തനല്ല. കാരണം ഭഗവാൻ വൃന്ദാവനത്തിൽ അവതരിച്ചപ്പോൾ ഞാൻ ഭഗവാനെ ഒരു സാധാരണ ഗോപബാലനായി കണ്ടു. ഞാൻ അദ്ദേഹത്തെ വിഷമിപ്പിച്ചുകൊണ്ട് ഗോപന്മാരെ കവർന്നെടുത്തു. അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും ഒരു പരമഭക്തനല്ല. അങ്ങ് ശിവനെ സന്ദർശിച്ചാലുമെന്ന്. അങ്ങനെ നാരദമുനി ശിവന് സമക്ഷം ചെന്നു. അപ്പോൾ ശിവൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ ഒരു പരമഭക്തനല്ല. ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നറിയാതെ ഞാൻ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് അങ്ങ് പ്രഹ്ലാദ് മഹാരാജിനെ സന്ദർശിച്ചാലുമെന്ന്. പ്രഹ്ലാദ് മഹാരാജാവിന് വേണ്ടി ഭഗവാൻ ഒരു അവതാരം തന്നെ എടുത്തിട്ടുണ്ട്. നരസിംഹ അവതാരം ഭഗവാൻ എടുക്കാൻ കാരണം പ്രഹ്ലാദ് മഹാരാജാവിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണെന്ന്. അങ്ങനെ നാരദമുനി പ്രഹ്ലാദ് മഹാരാജാവിനെ സന്ദർശിക്കുവാൻ ചെന്നു. അപ്പോൾ പ്രഹ്ലാദ് മഹാരാജാവ് പറഞ്ഞു, ഒരിക്കലും ഞാനൊരു പൂർണ്ണ ഭക്തനല്ല. അങ്ങ് ഹനുമാനെ സന്ദർശിച്ചാലും. കാരണം മുക്തി പോലും നൽകിയിട്ട് ഹനുമാൻ അത് സ്വീകരിച്ചില്ല. അങ്ങനെയുള്ള ഹനുമാനാണ് പരമഭക്തനെന്ന്. അപ്പോൾ നാരദമുനി വീണ്ടും ഹനുമാനെ സമക്ഷം ചെന്നു. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, ഞാൻ ഭഗവാന്റെ ദൂതനായി സഞ്ചരിച്ചിട്ടുണ്ട് എങ്കിലും ഭഗവാന് എപ്പോഴും പ്രിയപ്പെട്ടത് പാണ്ഡവരാണെന്ന്. അങ്ങ് പാണ്ഡവരെ സമീപിച്ചാലുമെന്ന്. അങ്ങനെ നാരദമുനി പാണ്ഡവരുടെ സമക്ഷം ചെന്നു. അപ്പോൾ പാണ്ഡവർ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും ഒരു പരിപൂർണ ഭക്തന്മാരല്ല, യദുക്കളാണ് പരിപൂർണ ഭക്തന്മാരെന്ന്. അങ്ങനെ നാരദമുനി യദുകുലത്തിലോട്ട് ചെന്നു. അപ്പോൾ അവർ പറഞ്ഞു, എങ്കിൽ ഉദ്ധവരാണ് യഥാർത്ഥ ഭക്തൻ. കാരണം ഭഗവാൻ സദാസമയവും ഉദ്ധവരോട് കൂടിയായിരുന്നു. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും ഭഗവാൻ ഉദ്ധവരോട് കൂടിയായിരുന്നു. ഉദ്ധവർ ഭഗവാന്റെ പാദസേവനം എപ്പോഴും ചെയ്തുകൊണ്ടേയിരുന്നിരുന്നു. അങ്ങനെ നാരദമുനി ഉദ്ധവരുടെ സമക്ഷം ചെന്നപ്പോൾ ഉദ്ധവർ പറഞ്ഞു, നാരദമുനി, വൃന്ദാവനത്തിൽ ചെല്ലുന്നത് വരെ ഞാൻ അഹങ്കരിച്ചിരുന്നത് ഞാനാണ് യഥാർത്ഥ ഭക്തൻ എന്നായിരുന്നു. എങ്കിൽ വ്രജഭൂമിയിൽ ചെന്നപ്പോൾ എൻ്റെ ആ അഹങ്കാരം ഇല്ലാതായി. എനിക്ക് മനസ്സിലായി, വ്രജവാസികളാണ് യഥാർത്ഥ ഭക്തരെന്ന്. വ്രജവാസികളിൽ ഭഗവാന് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന ഗോപികമാരാണ് യഥാർത്ഥരായ ഭക്തരെന്ന്. ഭഗവാന്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങളിൽ വെച്ച് സർവശ്രേഷ്ഠമായിട്ടുള്ളത് ഗോപികമാരോടൊത്തുള്ള ലീലകളാണ്. ഗോപികമാരിൽ വെച്ച് സർവശ്രേഷ്ഠയായിട്ടുള്ളത് ശ്രീമതി രാധാറാണിയാണ്. ശ്രീമതി രാധാറാണിക്ക് ഭഗവാനുമായുള്ള പ്രേമഭക്തിയുടെ ആഴം അറിയുവാൻ വേണ്ടിയാണ് ഭഗവാൻ രാധാറാണിയുടെ ഭാവത്തിൽ ചൈതന്യ മഹാപ്രഭുവായി കലിയുഗത്തിൽ അവതരിച്ചത്. ഭഗവാൻ സ്വയം ഭക്തന്റെ രൂപത്തിൽ വന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുകയാണ്, പ്രേമഭക്തി ഒന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാനെ ലഭിക്കുവാൻ സാധ്യമുള്ളൂ എന്ന്. ഭഗവത്ഗീത 18-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു, ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശദേ തദനന്തരം. ഭക്തിയുത സേവനം ഒന്നുകൊണ്ട് മാത്രമേ ഭഗവാനാണ് പരമ ദിവ്യോത്തമ പുരുഷനെന്ന് ഒരാൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ആ ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ ഒരാൾക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ ഭഗവാനെ ഭക്തി കൊണ്ട് പൂർണ്ണമായി മനസ്സിലാക്കിയ ഒരുവന് ദൈവ സാമ്രാജ്യത്തിലോട്ട് പ്രവേശിക്കുവാൻ കഴിയും. ഹരേ കൃഷ്ണ, പ്രണാമം. ശില പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്. ഹരേ കൃഷ്ണ.